നമ്മുടെ മരിച്ചുപോയ കുടുംബമാരെ വേണ്ടപ്പെട്ടവർ പലരും ഖബറിലാണ്. അല്ലാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ. അവിടെ ഖബറിടം സ്വർഗീയ പൂങ്കാവനമാക്കി മാറ്റുമാറാണ്. പുണ്യമേറിയ പരിശുദ്ധമാക്കപ്പെട്ട പുണ്യങ്ങളുടെ പൂക്കാലമാകുന്ന പുണ്യ റമദാനിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന റമദാൻ അല്ലാഹു സ്വീകരിക്കട്ടെ. നോമ്പുകളിൽ വന്ന കുറവുകളൊക്കെ അല്ലാഹു പരിഹരിക്കട്ടെ. തറാവീഹ് നിസ്കാരങ്ങളെ സദസ്സുകൾ നോമ്പ് തുറകളിൽ അല്ലാഹു എല്ലാം അർഹമായ പ്രതിഫലം നൽകട്ടെ. സ്നേഹനിറഞ്ഞ ഉപ്പമാരെ, സഹോദരങ്ങളെ, റമദാൻ ഇന്ന് 9 വളരെ വേഗതയിലാണ് പുണ്യ റമദാൻ കടന്നു വന്നതും നമ്മളിൽ നിന്ന് ഓരോ വിലപ്പെട്ട നിമിഷങ്ങളും കൊഴിഞ്ഞു പോകുന്നത്, പിഴിഞ്ഞു പോകുന്നത്. ആദ്യത്തെ കാരുണ്യത്തിന്റെ 10, കരുണയുടെ 10 നാളത്തെ രാത്രിയോടുകൂടി അവസാനിക്കും. അല്ലാഹുവിന്റെ കാരുണ്യം അതിവിശാലമാണ്. അതേപോലെ തന്നെയാണ് അല്ലാഹുവിന്റെ മഅ്ഫിറത്ത്, പാപമോചനം. സത്യത്തിൽ റമദാനിനെ തന്നെ പാപമോചനം പുറത്തു തരുവാൻ വേണ്ടിയാണ് ഒരു റമദാൻ തന്നെ അല്ലാഹു നമുക്ക് ഇത്രയും പ്രത്യേകമായി സജ്ജമാക്കിയിട്ടുള്ളത്. കാരണം ഞാൻ പല രീതിയിൽ പല സമയങ്ങളിൽ ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ഖാലിഖായ പടച്ച തമ്പുരാൻ അവന്റെ ദാസന്മാരാകുന്ന നമ്മുടെ ന്യൂനതകൾ കൃത്യമായിട്ടറിയാം. നമ്മുടെ കുറവുകൾ അവന് നല്ലപോലെ ബോധ്യമുണ്ട്. മനുഷ്യന്റെ ശരീരം തെറ്റിലേക്ക് നയിച്ചുകൊണ്ടേയിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ശരീരത്തിന്റെ ഞരമ്പിലൂടെ ഓടുന്ന രക്തത്തിലൂടെ ശപിക്കപ്പെട്ട ഇബ്ലീസിന് സഞ്ചരിക്കുവാനുള്ള ശക്തിയും കഴിവും സ്വാതന്ത്ര്യവും അല്ലാഹു കൊടുത്തിട്ടുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ. അപ്പൊ അതിൽ നിന്നെല്ലാം മുക്തമാവാനും രക്ഷപ്പെടാനും ശക്തമായ ഈമാനും കഴിവും ഉള്ളവർക്കേ സാധിക്കും. നമ്മളൊക്കെ സാധുക്കളാണ്, നമ്മളൊക്കെ ഈമാൻ കുറഞ്ഞവരാണ്, തെറ്റിന്റെ വഴിയിൽ പെട്ടുപോകും. അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാം. നമ്മൾ രോഗം വന്നാൽ മരുന്ന് കഴിക്കും. ആ മരുന്ന് കഴിക്കുന്നതോടുകൂടി ആ രോഗം നമ്മളിൽ നിന്നും ഇല്ലാതാകും. എന്നതുപോലെ മനുഷ്യന് തെറ്റ് സംഭവിക്കും. പക്ഷെ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്ന് അല്ലാഹു നൽകിയ മഹാ അനുഗ്രഹമാണ്. ഞാൻ പറഞ്ഞല്ലോ, കാരുണ്യമാണ്. അല്ലാഹു നമുക്ക് പുറത്തു തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വലിയൊരു ഭാഗ്യമാണ്. അല്ലാഹു നമുക്ക് പുറത്തു തരുമെന്നുള്ളൊരു വാഗ്ദത്വം, ഒരു വാഗ്ദാനം നമുക്ക് നൽകി. അല്ലാഹുക്ക് അതിന്റെ ആവശ്യമില്ല. പക്ഷെ അത് അല്ലാഹുവിന്റെ ഒരു മഹത്വമാണ്, കാരുണ്യമാണ്. മാത്രമല്ല അല്ലാഹുവിന്റെ ഒരു വലിയ കാരുണ്യമാണ് നാം ചെയ്യുന്ന തെറ്റുകളെ അല്ലാഹു മറച്ചു വെക്കുന്നു എന്നുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നാം ചെയ്യുന്ന തെറ്റുകൾ അല്ലാഹു പരസ്യപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ആളുകളുടെ മുന്നിൽ നേരാവണ്ണം നോക്കുവാൻ പോലും പറ്റില്ല. മാനം കെട്ട് അഭിമാനത്തോടുകൂടി നടക്കാൻ കഴിയാതെ നമ്മൾ തലനാട്ടി നടക്കുന്ന അവസ്ഥ ചെയ്തു. അല്ലാഹു വലിയ കാരുണ്യമാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് അവന്റെ അമ്പിയാക്കൾക്കോ ഔലിയാക്കൾക്കോ മഹാന്മാർക്കോ സ്വാലിഹീങ്ങൾക്കോ സിദ്ദീഖീങ്ങൾക്കോ മാത്രമല്ല, ഏറ്റവും വലിയ കുറ്റവാളികളും കൊലപാതകളും അക്രമികളും പരദൂഷണവും വേഷണയും വ്യഭിചാരവും
നടത്തുന്ന ഏറ്റവും വലിയ പാപികൾക്കും എല്ലാ പാപങ്ങൾക്കും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ. എന്നും മാത്രമല്ല, ഈ പുറത്തു കൊടുക്കുന്നത് ഏതെങ്കിലും ചുരുങ്ങിയ സെക്കൻഡുകളോ അല്ലെങ്കിൽ ചില നിമിഷങ്ങളോ മണിക്കൂറുകളോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ദിവസങ്ങളോ അല്ല. 240 മണിക്കൂർ, ഏകദേശം 10 ദിവസം അവന്റെ ദാസന്മാരാകുന്ന നമുക്ക് പുറത്തു തരാൻ പ്രത്യേകമായി തയ്യാറാക്കിയതാണ് മഹ്ശറത്തിന്റെ പദ്ധതി. ഞാനിതൊക്കെ ഇങ്ങനെ വിശദീകരിക്കുന്നത് അല്ലാഹു നമുക്ക് തരുന്ന ഈ ഒരു നേട്ടത്തെക്കുറിച്ച്, ഈ ഒരു പൊറുക്കലിനെ കുറിച്ച്, ഈ ഒരു അനുഗ്രഹത്തെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ട് ലെവലേശം കുറ്റബോധമില്ലാതെ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മുഅ്മിനായ മനുഷ്യൻ ഒരു കുറ്റം ചെയ്താൽ അവൻ ഏറ്റവും ഉയരമുള്ള ഒരു പർവ്വതത്തിന്റെ, ആ പർവ്വതമാണെങ്കിലോ ഏത് നിമിഷവും പൊട്ടിപ്പൊളിഞ്ഞ് അവന്റെ മുകളിലേക്ക് വീഴും എന്ന രീതിയിൽ നിൽക്കുന്ന പർവ്വതത്തിന്റെ ചുവട്ടിൽ ഇരിക്കുന്നവനെ പോലെയാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ തെറ്റ് ചെയ്താൽ അവന്റെ ഹൃദയം ഒരു കുറ്റബോധമുണ്ട്. ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയ അല്ലാഹു നൽകിയ ഒരു മഹാനുഗ്രഹമാണ് കുറ്റബോധം എന്നുള്ളത്. അത് നഷ്ടപ്പെട്ടു പോയി. ഇന്ന് പരസ്പരം ആർക്കും ഒരു കുറ്റബോധമില്ല. സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി പരസ്പരം കാരുണ്യം നഷ്ടപ്പെട്ടു. തന്റെ രക്തബന്ധത്തിനോട് പോലും കാരുണ്യം കാണിക്കാത്ത, തന്റെ അയൽപക്ക ബന്ധത്തിനോട് പോലും കാരുണ്യം കാണിക്കാത്ത രീതിയിലേക്ക് മനുഷ്യൻ മാറിക്കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവനവന്റെ കാര്യങ്ങൾ മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന കാലം. അല്ലാഹു വലിയ കാരുണ്യവാനാണ്, അവന്റെ റസൂലും കാരുണ്യവാനാണ്. അവിടുത്തെ കാരുണ്യത്തെക്കുറിച്ചും മഹ്ഫറത്തെക്കുറിച്ചും പറയപ്പെടുമ്പോൾ വിശാലമായിക്കൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നു. അതിൽപ്പെട്ട ഒന്നാണ് ഇങ്ങനെ നമ്മുടെ തോളിൽ 2 മലക്കുകളുണ്ടല്ലോ, റഖീബ് എന്ന് പറയുന്ന മലക്കും അതീദ് എന്ന് പറയുന്ന മലക്കും. എന്റെ സഹോദരങ്ങളെ, ഉപ്പമാരെ, സ്നേഹിതരെ, മുഅ്മിനീങ്ങളെ, നാം ചെയ്യുന്ന ഏത് കാര്യങ്ങളും അവർ രേഖപ്പെടുത്താതെ ഇരിക്കുന്നില്ല. അതൊരു അണുമണി തൂക്കം നന്മയാണെങ്കിലും അവർ കൃത്യമായി പോയിന്റ് സഹിതം, സമയം സഹിതം കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. എന്നിട്ടിവിടെ ശ്രദ്ധിക്കണേ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒരു മനുഷ്യൻ ഒരു നന്മ ചെയ്താൽ റഖീബ് എന്ന് പറയുന്ന മലക്ക് അത് അപ്പോൾ തന്നെ അവന്റെ നന്മയുടെ കിതാബിൽ രേഖപ്പെടുത്തുമത്രേ മുഹമ്മദ് മുസ്തഫ. എന്നാൽ ഒരു മനുഷ്യനൊരു തെറ്റ് ചെയ്താൽ അതീദ് എന്ന് പറയുന്ന തിന്മ രേഖപ്പെടുത്തുന്ന മലക്കുണ്ടല്ലോ, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ വലിപ്പം നോക്കണേ. ആ മലക്കിനോട് വെയിറ്റ് ചെയ്യാൻ പറയും. എഴുതാൻ പോകുമ്പോൾ എഴുതണ്ട എന്ന് പറയും. ഞാൻ നോക്കട്ടെ, എന്റെ ദാസൻ വളരെ സങ്കടത്തോടുകൂടി, ഖേദിച്ചുകൊണ്ട്, പശ്ചാത്താപത്തോടുകൂടി പാപമോചനമായി എന്നിലേക്ക് കടന്നു വരുന്നുണ്ടോ എന്ന് ഒരു നാഴിക സമയം അവന് കൊടുക്കുമത്രേ. ഏകദേശം 45-50 മിനിറ്റുകളോളം ഒരു മനുഷ്യനൊരു പാപം ചെയ്താൽ, ഒരു മനുഷ്യനൊരു തെറ്റ് ചെയ്താൽ അതിൽ നിന്നും പിന്മാറാനും അതിൽ നിന്ന് പാപമോചനം ചെയ്യാനും ആരെങ്കിലും തയ്യാറായാൽ അവന്റെ ഇടത് തോളിലുള്ള അതീദ് എന്ന് പറയുന്ന മലക്ക് ആ തിന്മ രേഖപ്പെടുത്തുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ എന്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പ്രായപൂർത്തി എത്തിയത് മുതൽ എത്ര തെറ്റുകളാണ് നമ്മൾ ചെയ്തു കൂട്ടിയത്, എത്ര മഹാപാപങ്ങളാണ് ചെയ്തു കൂട്ടിയത്, എത്ര ഹറാമാണ് നമ്മൾ കണ്ടത്.
ഹറാമ് കാണണ്ട പറഞ്ഞുകൊണ്ട് അല്ലാഹു നൽകിയ കണ്ണുകൊണ്ട് ഹറാമ് കണ്ടുപോയവരല്ലേ? ഹറാമ് കേൾക്കേണ്ട എന്ന് പറഞ്ഞ ചെവികൾ കൊണ്ട് ഹറാമ് കേട്ടുപോയവരല്ലേ? ഹറാമ് സംസാരിക്കേണ്ട എന്ന് പറഞ്ഞ നാവുകൊണ്ട് പരദൂഷണങ്ങളും ഏഷണികളും കുറ്റങ്ങളും തെറികളും മോശപ്പെട്ട വാക്കുകളും ഉദ്ധരിച്ചവരല്ലേ? ഹറാമ് പ്രവർത്തിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൈകൾ കൊണ്ടും കരങ്ങൾ കൊണ്ടും നിങ്ങളുടെ കാലുകൾ കൊണ്ടും ഹറാമ് ചെയ്തു പോയവരല്ലേ? ഹറാമ് ചെയ്യണ്ട എന്ന് പറഞ്ഞ നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങൾ ഹറാമ് ചെയ്തവരല്ലേ? ഹറാമ് തിന്നണ്ട എന്ന് പറഞ്ഞ നിങ്ങളുടെ പല്ലുകൾ കൊണ്ട് ഹറാമ് ചവച്ചരച്ച് തിന്നവരല്ലേ? അല്ലാഹുവിനെ ഓർക്കേണ്ട ഹൃദയത്തിൽ ഹറാമാകുന്ന കാര്യങ്ങൾ ചിന്തിച്ചവരല്ലേ? 11 മാസക്കാലം ചെയ്തു കൂട്ടിയ മഹാ അപരാധങ്ങൾ, മഹാ തെറ്റുകുറ്റങ്ങൾ, മഹാപാപങ്ങൾ പൊറുക്കാൻ, പാപികളാകുന്ന പാപപ്പെട്ട നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ പടച്ച തമ്പുരാൻ പാപത്തിന്റെ പാപമോചനത്തിന്റെ 10 നമുക്ക് തരാൻ പോവുകയാണ്. അതിനുള്ള മഹാ സൗഭാഗ്യമാണ് നമുക്ക് അല്ലാഹു ആരോഗ്യം തന്നിട്ടുള്ളത് എന്നുള്ളത്. എന്റെ സഹോദരങ്ങളെ, ഈ ഒരു അവസരം അല്ലാഹുവിനോട് നിരന്തരമായി പാപമോചനത്തിന്റെ പത്തിൽ നമ്മൾ ലോകരക്ഷിതാവായ തമ്പുരാനെ എനിക്ക് നീ പുറത്തു തരണേ എന്ന് പറയാൻ ഞാൻ പറഞ്ഞുവല്ല. മുഅ്മിനായ മനുഷ്യൻ ഒരു തെറ്റ് ചെയ്തു, ചെറിയ തെറ്റാണെങ്കിൽ പോലും അവന്റെ മനസ്സിൽ ഒരു ഖേദം, ഒരു വിഷമം, ഒരു കുറ്റബോധം ഉണ്ടാകും. എന്നാലോ തമാടിയായ മനുഷ്യൻ ഒരു തെറ്റ് ചെയ്താൽ, ഒരു പാപം ചെയ്താൽ അവനെ കുറിച്ച് പുണ്യ റസൂൽ പറഞ്ഞത് ഇങ്ങനെയാണ്: അവൻ അതിനെ ഒരു ലെവലേശം, ഒരു കൂസലില്ലാതെ, എത്രത്തോളം എന്ന് പറഞ്ഞാൽ അവന്റെ മൂക്കിന്റെ മുകളിലൂടെ അല്ലെങ്കിൽ മൂക്കിന്റെ മുന്നിലൂടെ പറന്നു പോകുന്ന ഒരു ഈച്ചയെ അവൻ എങ്ങനെ തട്ടിമാറ്റുന്നോ അതുപോലെയായിരിക്കുമത്രേ ഈമാൻ ലെവലേശമില്ലാത്ത തെമ്മാടിയാകുന്ന ഫാസിഖാകുന്ന മനുഷ്യൻ തെറ്റ് ചെയ്താൽ. തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹാ മുഹമ്മദ് മുസ്തഫ. 100 കണക്കിന് ആളുകളെ കൊന്ന മനുഷ്യർക്ക് അല്ലാഹു പുറത്തു കൊടുത്തിട്ടുണ്ട്. സഹോദരങ്ങളെ, വളരെ മോശപ്പെട്ട മനുഷ്യനാകുന്ന ഇസ്രായേലിലെ മനുഷ്യന് അല്ലാഹു പുറത്തു കൊടുത്തിട്ടുണ്ട്. പ്രസവിക്കപ്പെട്ട കുഞ്ഞ് പെൺകുഞ്ഞാണെങ്കിൽ ജീവനോടെ കുളിച്ചുമൂടിയ, രാവും പകലും കള്ളും കഞ്ചാവും വ്യഭിചാരവുമായി നടന്ന 6-ാം നൂറ്റാണ്ടിലെ ഏറ്റവും മോശപ്പെട്ട സമൂഹത്തിന് അല്ലാഹു പുറത്തു കൊടുത്തിട്ടുണ്ട്. അല്ലാഹു വലിയ കാരുണ്യവാനാണ്. എന്റെ മുന്നിലിരിക്കുന്ന ഉപ്പമാരെ, ലാ തഖ്നതൂ മിൻ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ ഒരു ലെവലേശം പോലും നിരാശരാകരുതേ. പക്ഷേ നിങ്ങൾ പാപമോചനം ചെയ്യണം, നിങ്ങൾ തൗബ ചെയ്യണം. തെറ്റിന്റെ മേലെ തെറ്റായി കൂമ്പാരം കൂട്ടി നടന്നുകൊണ്ട് മോശപ്പെട്ട ആളുകളിൽ പെട്ടുപോകരുത്. അല്ലാഹു അവർക്കൊരിക്കലും പുറത്തു കൊടുക്കില്ല. എത്ര വലിയ പാപം ചെയ്താൽ അത് എത്ര വലിയ പാപം എന്ന് പറയുമ്പോൾ അത് ആകാശം മുട്ട ചെയ്താൽ അല്ലാഹുവിനോട് നിങ്ങൾ അടുത്തുവോ, അവന്റെ കാരുണ്യത്തിന്റെ, അവന്റെ മഅ്ഫിറത്തിന്റെ കരങ്ങൾ നിങ്ങൾക്ക് തുറന്നു തരുമെന്ന് പുണ്യ റസൂൽ മുഹമ്മദ് മുസ്തഫ. എന്റെ അടിമ എന്നാണ് തെമ്മാടിയായി കണ്ടുപിടിച്ച് വ്യഭിചരിച്ച് പള്ളിയിലേക്ക് പോവാതെ പോയ മനുഷ്യനെ ആ അടിമ തൗബ ചെയ്യുമ്പോൾ അല്ലാഹുക്ക് എത്ര ഇഷ്ടമുണ്ടെന്നറിയാം. പുണ്യ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കാണാം: എന്റെ അടിമ തൗബ ചെയ്താൽ, എന്നിലേക്കൊന്ന് അടുത്തു വന്നാൽ ഏതുപോലെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നതെന്നറിയുമോ? ഈ ഹുസ്സമായ ചുരുങ്ങിയ സമയങ്ങളിൽ
നിങ്ങളുടെ കർണപുടങ്ങളിലേക്ക് ഈ വാക്കുകൾ കയറുകയും വരുന്ന ദിവസങ്ങളിൽ മാറ്റത്തിന്റെ 10 രാവും പകലും പശ്ചാത്താപത്തിന് വേണ്ടി മാറ്റിവെക്കുകയും ഒന്ന് മനസ്സ് തുറന്ന് പൊട്ടിക്കരയുകയും അല്ലാഹുവിലേക്ക് അടുക്കുന്ന രാവുകളും പകലുകളുമാകട്ടെ. പ്രിയമുള്ളവരെ, റസൂല് പറയുകയാണ്, മുഹമ്മദ് മുസ്തഫ ഒരു മനുഷ്യൻ യാത്ര തിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കൈകളിൽ ഒരു ബാഗുണ്ട്. ആ ബാഗിലാണ് അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങളും അദ്ദേഹത്തിന്റെ പൈസയും അദ്ദേഹത്തിന്റെ ഭക്ഷണങ്ങളുമെല്ലാം. അങ്ങനെ യാത്ര പോയി. അങ്ങനെ യാത്രമധ്യേ അദ്ദേഹം ഉറങ്ങുകയാണ്. ഒരു മരച്ചുവട്ടിൽ ഉറങ്ങുകയാണ്. അദ്ദേഹത്തിന്റെ അടുത്തിരുന്ന ആ ഭക്ഷണക്കിടിയുമെല്ലാം ആ ബേഗ് ഉറക്കത്തിൽ എഴുന്നേറ്റപ്പോൾ കാണാനില്ല. 4 ഭാഗവും ഒറ്റപ്പെട്ട വിജനമാകുന്ന മരുഭൂമി പോലെയാണ്. ഒന്ന് വിളിച്ചാൽ കേൾക്കാൻ പോലും ആരുമില്ല. ഒരു തുള്ളി വെള്ളം കിട്ടാനുള്ള ഒരു അവസ്ഥയുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര ഓടിയാലും എത്തുകയുമില്ല. എല്ലാ സങ്കടങ്ങളും എല്ലാ വിഷമങ്ങളും എല്ലാ വഴികളും ഒഴിഞ്ഞ ഒരു അവസ്ഥ. ആ അവസ്ഥയിൽ നിൽക്കുന്നൊരു മനുഷ്യന്റെ മാനസിക അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിൽ കരുതുക. ഇനി മരണമല്ലാതെ മുന്നിൽ ഒന്നുമില്ല. അങ്ങനെയുള്ള മനുഷ്യന്റെ മുന്നിലേക്ക് അദ്ദേഹം കരഞ്ഞ് കരഞ്ഞ് ഉറങ്ങുകയും കണ്ണ് തുറന്നു നോക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ നഷ്ടപ്പെട്ടു പോയ ആ സമ്പത്തും ഭക്ഷണവുമുള്ള ആ ബാഗ് അദ്ദേഹത്തിന്റെ മുന്നിൽ കണ്ടാൽ ആ മനുഷ്യന് എത്രത്തോളം സങ്കടവും സന്തോഷമുണ്ടാകുമോ അതിനേക്കാൾ സന്തോഷമാണ് അല്ലാഹു സുബ്ഹാനഹു തആലയ്ക്ക് എന്റെ അടിമകൾ തൗബ ചെയ്താലെന്ന് പുണ്യ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ അല്ലാഹുവിലേക്ക് അടുക്കുമ്പോ അല്ലാഹുക്ക് വലിയ ഇഷ്ടമാണ്, വലിയ സ്നേഹമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം, അത് നമ്മൾ അറിയണം. ഒരു കാര്യം കൂടി പറയട്ടെയോ മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞുവല്ലോ, അല്ലാഹു റഹ്മത്ത് വിശാലമാണ്. അവൻ കാരുണ്യം കൊണ്ട് നമ്മളെ പൊതിയുന്നതാണ് എത്ര തെറ്റ് ചെയ്താലും. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ചെറുപ്പത്തിലും യുവത്വത്തിലും രക്തത്തുളപ്പിലും നമ്മുടെ കൂട്ടത്തിൽ ഇന്ന് പ്രായമേറിയവരുണ്ട്. അവർ ചെയ്തു പോയ മഹാപാപം, അത് വ്യഭിചാരമാകാം, കള്ളുകുടികളാകാം, പലിശ തിന്നലാകാം, ആളുകളെ ആക്രമിക്കലോ കൊലപാതകങ്ങളോ ആവാം. അവർ അതിൽ വേദനിച്ച് വിഷമിച്ച് സങ്കടപ്പെട്ട് തൗബ ചെയ്തിട്ട് അല്ലാഹു എന്നോ പുറത്തിട്ടുണ്ടാകാം. പക്ഷേ അവന്റെ കൂട്ടത്തിലുള്ള കൂട്ടുകാർ, അവന്റെ കുടുംബത്തിലുള്ളവർ, അവന്റെ നാട്ടുകാർ എന്നോ ചെയ്ത തെറ്റുകൾ വീണ്ടും വിളിച്ചു പറയുകയും എടുത്തു പറയുകയും അപമാനിക്കുകയും ചെയ്യുമ്പോൾ ആര് അപമാനിക്കുന്നുവോ അവൻ അതുപോലത്തെ തെറ്റ് ചെയ്യാതെ അവനെ അല്ലാഹു മരിപ്പിക്കുകയില്ലെന്ന് പുണ്യ റസൂൽ മുഹമ്മദ് മുസ്തഫ. സഹോദരങ്ങളെ, നമ്മൾ ആരെയും വേദനിപ്പിക്കരുത്, നമ്മൾ ആരെയും വിഷമിപ്പിക്കരുത്. നമ്മൾ നമ്മുടെ കുറവുകളെന്ന് എടുത്തു നോക്കിയാൽ, നമ്മൾ നമ്മുടെ കുറ്റങ്ങളെന്ന് എടുത്തു നോക്കിയാൽ നമ്മൾ തന്നെ പരാജിതരാണല്ലോ. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് തിരിച്ചു മടങ്ങുക, അല്ലാഹുവിലേക്ക് തൗബ ചെയ്യുക. പരിശുദ്ധ റമദാൻ കേവലം വയറിന് വേണ്ടി മാത്രമാവരുത് നിങ്ങളുടെ നോമ്പ്. നിങ്ങളുടെ കണ്ണുകൾക്കും നോമ്പുണ്ടാകണം, നിങ്ങളുടെ ചെവികൾക്കും നാവുകൾക്കും കൈകാലുകൾക്കും നോമ്പുണ്ടാകണം. കേവലം പട്ടിണി മാത്രമായി പോകരുത്. സഹോദരങ്ങളെ, തറാവീഹ് നിസ്കാരങ്ങൾക്കൊക്കെ ഇപ്പോൾ ട്രെൻഡിന്റെയും മറ്റും പിന്നാലെ പോയിട്ട് ആളുകൾ 1-2 ദിവസങ്ങളുണ്ടായതിനെയൊക്കെ ശോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തേ പറ്റിയെന്ന് ഓരോരുത്തരും ചോദിക്കണം. പുണ്യ റമദാനിലെ ഇത്രയും ശ്രേഷ്ഠമായ രാവും പകലും കിട്ടിയിട്ട്
അള്ളാഹു പറയുന്ന റസൂല് പറയുന്ന ഒരു വാക്കുണ്ടെന്നറിയുമോ? റമദാൻ വന്നിട്ട് ആരുടെയെങ്കിലും പാപങ്ങൾ പൊറുക്കാതെ റമദാൻ അവനിൽ നിന്നും വിട്ടുപോയാൽ, യാത്ര പോയാൽ അവനാണ് ഏറ്റവും വലിയ പരാജയമെന്ന് പുണ്യ റസൂൽ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് റമദാൻ വിട്ടുപോയിട്ട് ആരുടെങ്കിലും കിതാബിൽ പാപങ്ങൾ അവശേഷിച്ചാൽ അവനെ പോലൊരു നഷ്ടക്കാരൻ, പരാജയക്കാരൻ വേറെ ആരുമില്ല. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബികളും യുദ്ധം കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് എത്തി. ആളുകൾ ഒട്ടകങ്ങളിൽ നിന്നും സാധനങ്ങളും ആളുകളും ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഒരു ഉമ്മ ഓടുകയാണ്, അതിന്റെ ഇടയിലൂടെ തപ്പുകയാണ്. അങ്ങനെ തപ്പുമ്പോൾ സ്വഹാബികളും പുണ്യ റസൂലും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, അങ്ങനെ ആ ഉമ്മ തപ്പുന്നത് മറ്റൊന്നുമല്ല, അത്രയും സമയം എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്റെ കുട്ടി ഒരു നിമിഷം കാണാനില്ല. അങ്ങനെ ആ തിരക്കിന്റെ ഇടയിലൂടെ ആ കുട്ടിയെ ആ ഉമ്മ കണ്ടെത്തുകയും രണ്ട് കൈകൾ കൊണ്ട് കോരിയെടുക്കുകയും മാറോട് ചേർക്കുകയും ചുടുചുംബനങ്ങൾ നൽകുകയും ചെയ്യുന്ന രംഗം റസൂല് കാണുകയാണ്. സ്വഹാബികൾ നോക്കുകയാണ്. അവരോട് പറഞ്ഞു, ഉമ്മൽ വലതി, ആ ഉമ്മയെയും കുട്ടിയെയും നിങ്ങൾ നോക്കുന്നുണ്ടോ സ്വഹാബ? എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന ഏറ്റവും വലിയ കാരുണ്യത്തിന്റെ പാഠ, ഏറ്റവും വലിയ പാപമോചനത്തിന്റെ പാഠ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ എന്താണ് പറഞ്ഞു കൊടുക്കുന്നത് അറിയുമോ? ആ ഉമ്മയുടെ കയ്യിൽ നിന്നും ഒരു നിമിഷം നഷ്ടപ്പെട്ടപ്പോഴേക്ക് ആ ഉമ്മ വേദനിച്ചതും വിഷമിച്ചതും പേടിച്ചതും നിങ്ങൾ കണ്ടുവല്ലോ. ആ ഉമ്മയുടെ കൈകളിലേക്ക് കുട്ടി വന്നപ്പോൾ സ്നേഹത്തോടെ, കാരുണ്യത്തോടെ, വാത്സല്യത്തോടെ, മഹബത്തോടെ വാരിപ്പുടർന്നുകൊണ്ട് ചുംബനം ചെയ്യുന്ന ആ ഉമ്മയുണ്ടല്ലോ, ആ കുട്ടിയെ ഒരു നിമിഷം നരകത്തിലേക്ക് വലിച്ചെറിയുമോ? സ്വഹാബികൾ പറഞ്ഞു, ഇല്ല ഇല്ല. അപ്പോൾ പുണ്യ റസൂല് പറയുകയാണ്, ഇതിനേക്കാൾ സ്നേഹവും ഇതിനേക്കാൾ വാത്സല്യവും ഇതിനേക്കാൾ അനുകമ്പയും ഇതിനേക്കാൾ കാരുണ്യവും നമ്മുടെ ഖാലിഖായ റബ്ബിന് നമ്മോട് ഉണ്ട്. അതുകൊണ്ട് അല്ലാഹു അവന്റെ ഇഷ്ടദാസന്മാരെ നരകത്തിലേക്ക് വലിച്ചെറിയില്ല. സഹാബ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളെ,